ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തേക്ക് 4 നോമ്പായിട്ട്. അപ്പോൾ ഇന്ന് വീട്ടിലെല്ലാട്ടീൻ്റെ തലശ്ശേരിയിൽ ജൈവിൻ്റെ റിച്ചിൻ്റെ പപ്പൻ്റെ വീട്ടിലാണ് കേട്ടോ നോമ്പ് പറ. അപ്പോൾ ഇന്ന് വീട്ടിൽ രാവിലെ തന്നെ ഉമ്മാനെ ഹെൽപ്പാക്കി. അപ്പോൾ ഉമ്മാനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അങ്ങനെ നേരെ തലശ്ശേരിയിലേക്ക് വിട്ടു കേട്ടോ. മക്കളെല്ലാം ഹാപ്പിയാണ്, കാരണം പപ്പൻ്റെ വീട്ടിൽ പോകുന്ന അവർ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി ഇത് നേരെ വിട്ടു കേട്ടോ. അതാ ഡ്രൈവർ വെച്ച് ഫ്രണ്ടിലുണ്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട്, ഉമ്മ വീഡിയോ എടുക്കുന്നുണ്ടല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തി കേട്ടോ. ഇവിടെ കുറച്ച് വൈകുന്നേരം ആയിപ്പോൾ ഇനി ഇറങ്ങിയപ്പോൾ റിച്ചിന് സേവയ്ക്ക് ഡ്രസ്സെല്ലാം നോക്കി തലശ്ശേരിയിൽ. വീട്ടിലപ്പോഴേക്കും പെങ്ങൾ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിരി ലേറ്റായി പോയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ പോലെ ആയിരുന്നു. പിന്നെ നമ്മുടെ സ്പെഷ്യൽ അവിടുത്തെ തലശ്ശേരി കല്ലുമ്മക്കായ നല്ല ഉഴുന്ന് വട, പിന്നെ ഇത് ഏറ്റവും ഭയങ്കര ടേസ്റ്റ് സംഭവമാണ് തലശ്ശേരി കിച്ചേരി, കാരണം ഇത് നല്ല RPG ഉള്ളിയെല്ലാം പൊരിച്ചിട്ട് കഴിക്കാൻ സൂപ്പറാണ്. തലശ്ശേരി നോമ്പറക്കാൻ മതി പപ്പൻ്റെ വീട്ടിൽ, അതുകൊണ്ട് ഇന്നെ പണിയൊന്നുമില്ല. വീട്ടിൽ നിന്ന് നമുക്ക് എപ്പോഴും പണിയായിരിക്കും, പക്ഷേ ഭർത്താവിന് വീട്ടിൽ പോലും അങ്ങനെ ഒന്നും പണിയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ എടുത്ത് വെക്കൽ മാത്രമേ ഉള്ളൂ, കാരണം പെങ്ങളതൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം എടുത്ത് ടേബിളിൻ്റെ മുകളിൽ സെറ്റാക്കി വെച്ചായിട്ട് അങ്ങനെ. പിന്നെ കാരണം തലശ്ശേരിയിൽ വന്ന നോമ്പറൊക്കെ അടിപൊളി ടേസ്റ്റ് കാരണം ഫുഡ്. പിന്നെ എൻ്റെ ഇടയ്ക്ക് നിസ്കരിച്ച് ടേബിളിൽ വെക്കുന്ന ഒരു ഏകദേശം കൊടുക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് ഇത് പിന്നെ ഫ്രൈ ചെയ്യുന്ന നല്ല ചൂടോടെ കഴിക്കണമെന്നാണ് നമ്മളെ പെങ്ങളെ പറയാം. അപ്പോൾ എല്ലാം റെഡിയാക്കി, ചായ എല്ലാം റെഡിയാക്കി സെറ്റാക്കി. പിന്നെ ടേബിളിൻ്റെ മുകളിൽ നല്ല കിച്ചടിയാണ്, നല്ല തേങ്ങാപ്പാലും ചെറുപയർ പരിപ്പും നേരിയതും എല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള കിച്ചടിയാണ്. പിന്നെ ഇത് പാവ പിന്നെ ഫ്രൈ ചെയ്യുന്നുണ്ട്, കാരണം ഇത് റിച്ചിന് ജൈവക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെ പെങ്ങളെ ഉഴുന്നുവടയും ചട്നിയെല്ലാം. അപ്പം എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ച് കേട്ടോ. പിന്നെ അതാ നമ്മളെല്ലാവരും ബാങ്കിന് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ബാങ്ക് കൊടുത്ത് നോമ്പ് കുറിച്ചു. അതെന്തെങ്കിലും അങ്ങനെ ഇന്നത്തെ 4ാമത്തെ നോമ്പും അങ്ങനെ അങ്ങ് കഴിഞ്ഞു കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി നാളെ മറ്റൊരു വീഡിയോ വരുന്നൊരു ടേക്ക് ബൈ ബൈ. അസ്സലാമു അലൈക്കും. വീഡിയോക്ക് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.